ഹലോ എവരി വൺ. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാനിവിടെ എയിംസ് നാഗ്പൂരിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് കയറിയത്. അപ്പോൾ അന്നത്തെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്ട്രക്ചർ ഓഫ് ഫാറ്റ് എന്ന ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ എക്സസൈസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്ത് തീർത്തിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. What is the energy in joules required to shift the electron of the hydrogen atom from the first Bohr orbit to the fifth Bohr orbit? What is the wavelength of the light emitted when the electron returns to the ground state? The ground state electron energy is minus 2.18 10 raised to minus 11 ergs. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഫിഫ്ത്ത് ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ട ലൈറ്റിന്റെ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. അല്ല, ലൈറ്റിന്റെ അല്ല, എത്ര എനർജി വേണം ഷിഫ്റ്റ് ചെയ്യാൻ. മാത്രമല്ല തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ പുറത്തു പോകുന്ന റേഡിയേഷൻ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഡെൽറ്റ ഐ. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 2.18. ഡെൽറ്റ ഐയുടെ എന്താണ് ഇക്വേഷൻ എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി നമുക്ക് തന്നിട്ടുണ്ട്. അത് minus 2.18 ഇൻറ്റു 10 raised to minus 11 എർഗ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു ജൂൾ എന്ന് വെച്ചാൽ 10 raised to 7 എർഗ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി നമ്മൾ ജൂളിലാക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ജൂളിലാക്കുകയാണെങ്കിൽ minus 2.18 ഇൻറ്റു 10 raised to minus 11 ഇൻറ്റു എർഗിനെ ജൂളാക്കാൻ 10 raised to minus 7 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പം ഫസ്റ്റ് ഓർബിറ്റിൽ minus 2.18 10 raised to minus 18 ജൂൾ. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ്. എർഗിൽ തന്നുകൊണ്ട് അതിന്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് കാണിച്ചാണ് ഇപ്പോൾ നമ്മൾ. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഐയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താ? 2.18 ഇൻറ്റു 10 raised to minus 18 ഇൻറ്റു 1/ni². ഇവിടുത്തെ ഫസ്റ്റ് ഓർബിറ്റിലായിരുന്നു. ഇവിടെ സോറി ഫിഫ്ത്ത് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഫിഫ്ത്ത് ഓർബിറ്റിലേക്ക് വേണ്ട എനർജിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 1² മൈനസ് 1/5² എന്ന് വരും. അപ്പൊ എന്തായിരിക്കും? 2.18 ഇൻറ്റു 10 raised to minus 18 ഇൻറ്റു 1 minus 1/25 വെച്ചാൽ 2.18 ഇൻറ്റു 10 raised to minus 18 ഇൻറ്റു 24/25 എന്ന് വരും. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്താൽ കിട്ടുന്നത് 2.09 ഇൻറ്റു 10 raised to minus 18 ജൂൾ. അപ്പൊ ഇത്ര എനർജി ഉണ്ടെങ്കിലാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫിഫ്ത്ത് ഓർബിറ്റിലേക്ക് ഇലക്ട്രോണ് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താണ് ചോദിച്ചേക്കുന്നത്? വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. ഇപ്പൊ എന്താണ്? ഫിഫ്ത്ത് ഓർബിറ്റിൽ ഇലക്ട്രോൺ എത്തി. എന്നിട്ട് ഫിഫ്ത്ത് ഓർബിറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനിൽ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഇക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? hc/λ ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ വേവ് ലെങ്ത് കിട്ടും. ഇതിനെ നമ്മൾ hc/λ വെച്ച് ഇക്വേറ്റ് ചെയ്യാം. hc/λ. അപ്പൊ ലാംഡ എന്ത് വരും? ലാംഡ ഈക്വൽ ടു hc എന്താ? hc/ എനർജി വാല്യൂ വരും 2.09 ഇൻറ്റു 10 raised to minus 18 ഈക്വൽ ടു hc/. സിക്ക് പകരം വാല്യൂ കൊടുക്കുക 6.626 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു 3 ഇൻറ്റു 10 raised to 8 ബൈ 2.09 ഇൻറ്റു 10 raised to minus 18 എന്ന് വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇൻറ്റു 10 raised to minus 8 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് എഴുതാം? 950 ആംസ്ട്രോങ് വരും. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 18th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 19th ക്വസ്റ്റ്യൻ പോവാം. എന്താണ് 19th ക്വസ്റ്റ്യൻ? ദ ഇലക്ട്രോൺ energy in hydrogen atom is given by En is equal to minus 2.18 into. Okay, അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി എനർജി റിക്വയർഡ് ടു റിമൂവ് an electron completely from the n equal to 2. അപ്പോൾ n equal to 2 ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? 2ൽ നിന്ന് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് ഇലക്ട്രോൺ കൊണ്ടുപോകാൻ വേണ്ട എനർജി, അതാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഇസ് ദി ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ സെന്റിമീറ്റർ ദാറ്റ് ക്യാൻ ബി യൂസ് ടു കോസ് ദിസ് ട്രാൻസിഷൻ. അപ്പോൾ ഈ ട്രാൻസിഷന് വേണ്ട എനർജിയുടെ വേവ് ലെങ്ത് അതാണ്. നമുക്ക് വേണ്ട ഈയുടെ വാല്യൂ എന്താ? 2. ഈ ഇക്വേഷൻ എന്താ? 2.18 ഇൻറ്റു 10 raised to minus 18 അതിൻ്റെ എത്ര? 1/2² മൈനസ് 1/∞². 2ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വെച്ചാൽ 2.18 ഇൻറ്റു 10 raised to minus 18 ബൈ 4 എന്ന് വരും. കാരണം 1/2² 4 വരും. ഇൻഫിനിറ്റി എന്താ? 0 ആയി പോകും. ഈ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക്
5.45 into 10 raised to minus 19 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നേരത്തെ ചെയ്ത കാര്യം തന്നെ ഇതിന് വേണ്ട ലൈറ്റിന്റെ ഈ റേഡിയേഷന്റെ എന്താണ് വേവ് ലെങ്ത് എന്തുവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈക്വൽ ടു എന്താ സി ബൈ ലാംഡ വെച്ച് ഇക്വേറ്റ് ചെയ്യുക. അത് ഈക്വൽ ടു സി ബൈ ലാംഡ വെച്ച് ഇക്വേറ്റ് ചെയ്താൽ ലാംഡ ഈക്വൽ ടു അപ്പൊ എന്ത് വരും 6.626 into 10 raised to minus 34 into 3 into 10 raised to 8 divided by 5.45 into 10 raised to minus 19 വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3.67 into 10 raised to minus 7 മീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം, ആംസ്ട്രോങ്ങിലാക്കുമ്പോൾ അത് 3647 ആംസ്ട്രോങ് ആവും. 3 ഡെസിബിൾ ഇങ്ങോട്ട് മാറ്റി 10 raised to minus 10 ആക്കി 3647 ആംസ്ട്രോങ് വരും. ഓക്കെ, 90th ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത 70th ക്വസ്റ്റ്യൻ. Calculate the wavelength of an electron moving with a velocity of 2.05 into 10 raised to 7. ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 2.20 നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി എത്ര 2.05 into 10 raised to 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇൻഡിക്കേഷൻ എന്താ, ലാംഡ ഈക്വൽ ടു h by mv ആണ്. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം 6.626 into 10 raised to minus 34. മാസ് എത്ര 9.1 into 10 raised to minus 31. വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 2.05 into 10 raised to 7 വരും. അപ്പൊ അതിൽ 8 കൊടുത്താൽ നമുക്ക് ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ 3.548 into 10 raised to minus 11 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ആ ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി ആണ് പറയുന്നത് ഈ വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 21st ക്വസ്റ്റ്യൻ. ദ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ്, ഇലക്ട്രോണിന്റെ മാസ് എന്തുണ്ട് നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ് 9.1 10 raised to minus 31 kg. അതിന്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, എത്രയാണ് 3 into 10 raised to minus 25 ജൂളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 21. കൈനറ്റിക് എനർജി എത്ര തന്നേക്കുന്നത് 3 into 10 raised to minus 25. ഇത് നമുക്കറിയാം എന്താ ഹാഫ് mv² ആണ് 3 into 10 raised to minus 25 എന്ന് പറയുന്നത് ജൂൾ. അപ്പൊ v²ന്റെ വാല്യൂ എന്ത് വരും, v² equal to 2 into 3 into 10 raised to minus 25 by താഴെ മാസ് 9.1 into 10 raised to minus 31. അപ്പോൾ ഇന്ന് വിയുടെ വാല്യൂ ഇതിന്റെ റൂട്ട് വരും. അപ്പൊ വി എന്തായിരിക്കും, വി എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് എടുക്കാം. അപ്പൊ അവിടെ നിന്ന് വിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഈക്വൽ ടു 811.579 മീറ്റർ പെർ സെക്കൻഡ് ഇത് കിട്ടും. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ ഡി ബ്രോഗ്ലി എങ്ങനെ കണ്ടുപിടിക്കുക, ലാംഡ ഈക്വൽ h by mv ഇട്ട് കൊടുത്താൽ മതി. എച്ചിന്റെ വാല്യൂ അറിയാം 6.626 into 10 raised to minus 34. മാസ് അറിയാം 9.1 into 10 raised to minus 31. വെലോസിറ്റി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 811.58 മീറ്റർ പെർ സെക്കൻഡ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, നമുക്ക് 8.9625 into 10 raised to minus 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 21st ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 22nd ക്വസ്റ്റ്യൻ ചെയ്യും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. വെച്ചാൽ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ഏതൊക്കെയാണ് ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഏതൊക്കെയാണ്, ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 22. അപ്പൊ തന്നേക്കുന്നത് എന്താ Na+, K+, Mg2+, Ca2+, S2 Ar. ആർഗൺ. ഇപ്പൊ Na+, സോഡിയം നമുക്കറിയാം അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോൺ പോയാൽ 11 അറ്റോമിക് നമ്പർ. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 11 ആണ്, പക്ഷെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ കുറവാണ്, ഇവിടെ 10 ഇലക്ട്രോൺസ് വരും. K+, പറയും പൊട്ടാസ്യം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പൊ 19 ഇലക്ട്രോൺ ഉണ്ട്, ഒരെണ്ണം പോയാൽ 18 ഇലക്ട്രോൺ. Mg2+ അറ്റോമിക് നമ്പർ 12, 2+ ചാർജ് ഉള്ളതുകൊണ്ട് 2 ഇലക്ട്രോൺ കുറവ്, അപ്പൊ ഇവിടെയും 10 ഇലക്ട്രോൺ. Ca2+, കാൽഷ്യം നമുക്കറിയാം അറ്റോമിക് നമ്പർ 20. അറ്റോമിക് നമ്പർ 20 2 ഇലക്ട്രോൺ പോയാൽ 20 2 പോയാൽ വീണ്ടും അവിടെ 18 ഇലക്ട്രോൺ. S2-, സൾഫറിന് അറ്റോമിക് നമ്പർ 16 ആണ് അറ്റോമിക് നമ്പർ, അതുകൊണ്ട് 16 ഇലക്ട്രോൺ തന്നെ കാണും. ആ 16 ഇലക്ട്രോണിന്റെ കൂടെ എന്താണ് 2- ചാർജും കൂടെ ഉണ്ട്. അപ്പൊ 2 ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 16ഉം 2ഉം കൂടെ കൂട്ടിയാൽ 18 ഇലക്ട്രോൺ അവിടെ. ആർഗൺ നമുക്കറിയാം അറ്റോമിക് നമ്പർ 18.
ചാർജ് ഒന്നും ഇല്ല. അപ്പൊ അവിടെയും 18 ഇലക്ട്രോൺ മാത്രമേ. ഐസോഇലക്ട്രോണിക് സ്പീഷീസ് നോക്കിയാൽ ഇവിടെ Na+ഉം Mg2+ഉം 10 ഇലക്ട്രോൺ ഉള്ളത്. Mg2+ഉം ഐസോഇലക്ട്രോണിക് ആണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെ? K+, Ca2+, S2-, Ar ഇവരും ഐസോഇലക്ട്രോണിക്. ഓക്കെ. അറ്റോമിക് നമ്പർ വെച്ച് അറ്റോമിക് നമ്പറിന്റെ അത്ര ഈക്വൽ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉള്ള ആറ്റത്തിൽ കാണും. പിന്നെ ചാർജ് അനുസരിച്ച് നമ്മൾ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. അത്രേ ഉള്ളൂ. അടുത്ത 23rd ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ 22nd കഴിഞ്ഞു. ഇപ്പൊ 23rd ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്റർ. 23rd ക്വസ്റ്റ്യൻ. Write the electronic configuration following ions H-, Na+, O2-, F-. ഒരു ആദ്യം അതിനകത്ത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഏതൊക്കെയാണ്? H- ഉണ്ട്, Na+ ഉണ്ട്, O2- ഉണ്ട്, പിന്നെ F- ഉണ്ട്. ഇവരുടെ എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടെ അധികം ഉണ്ട്, മൈനസ് ചാർജുകളുണ്ട്. അപ്പൊ 1s2. പിന്നെ സോഡിയം നമുക്കറിയാം അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പം 1s2, 2s2, 2p6, 3s1 ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു പ്ലസ് ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കുറവാണ്. അപ്പം 3s1 ഉള്ള ഇലക്ട്രോൺ ആണ് പോകും. ഇനി O2-. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പം കോൺഫിഗറേഷൻ 1s2, 2s2, 2p4 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ 2- ചാർജ് ഉണ്ട്. അപ്പൊ 2 ഇലക്ട്രോൺസ് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ 2p4 പകരം അവിടെ 2p6 വരും. ഇനി F- ആണെങ്കിൽ അറ്റോമിക് നമ്പർ നമുക്കറിയാം 9 ആണ്. 1s2, 2s2, 2p5 ആണ് വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ ഒരു മൈനസ് ചാർജ് ഉള്ളതുകൊണ്ട് ഒരു ഇലക്ട്രോൺ കൂട്ടി 2p6 ആക്കാം. അപ്പൊ എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഈ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് അതിന്റെ? വാട്ട് ആർ ദ അറ്റോമിക് നമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് ഹൂസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ റെപ്രസെന്റഡ് ബൈ? അപ്പോൾ കുറച്ച് എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഉള്ളത് 3s1, രണ്ടാമത്തത് 2p3, മൂന്നാമത്തത് 3p5. 3s1 കോൺഫിഗറേഷൻ വരുന്ന ആരാണ്? നമ്മൾ എഴുതി നോക്കുമ്പോൾ എന്താ? 1s2, 2s2, 2p6, 3s1. നോക്കുമ്പോൾ 11 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 11 പറയുന്നത് 11 അറ്റോമിക് നമ്പർ ഉള്ള ആരാണ്? സോഡിയം ആണ്. ഇതേപോലെ എഴുതി നോക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. 1s2, 2s2, അടുത്ത 2p3. നമുക്ക് എത്ര ഉണ്ട്? നമുക്ക് ഇവിടെ 3ഉം 2ഉം 2ഉം 7 ഇലക്ട്രോൺ ഉണ്ട്. 2p3 കോൺഫിഗറേഷൻ അപ്പൊ വരുന്ന ആർക്കാണ്? നൈട്രജൻ ആണ്. അറ്റോമിക് നമ്പർ എല്ലാത്തിന്റെ എഴുതാം. ഇവിടെ 11, ഇവിടെ 7. അടുത്ത 3p5 കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p5. മൊത്തത്തിൽ എണ്ണം നോക്കുക. നമുക്ക് ഇവിടെ 17 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. നമുക്ക് എലിമെന്റ് ഏതാണെന്നറിയാം, ക്ലോറിൻ. അത്രേ ഉള്ളൂ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. അടുത്ത മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് ആറ്റംസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ ദി ഫോളോയിങ് കോൺഫിഗറേഷൻസ്? നമുക്ക് ഇവിടെ കുറച്ച് കോൺഫിഗറേഷൻസ് തന്നിട്ടുണ്ട്. ഏത് ആറ്റത്തിനെയാണ് റെപ്രസെന്റ് ചെയ്താണ് പറയേണ്ടത്. അപ്പൊ ആദ്യം ഹീലിയം 2s1, നിയോൺ 3s2, 3p3, ആർഗൺ 4s2, 3d1. ഇതാണ് നമുക്ക് തന്നേക്കുന്ന കോൺഫിഗറേഷൻസ്. ആദ്യം ഹീലിയം 2s1. നമുക്കറിയാം ഹീലിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 2 ആണ്. അതിന്റെ കൂടെ ഒരു ഇലക്ട്രോണും കൂടെ കൂടി. അപ്പം 2ന്റെ കൂടെ 1ഉം കൂടെ കൂട്ടിയാൽ 3. അപ്പം Z3 ഏതാ എലമെന്റ്? ലിഥിയം. ഇനി നിയോൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 10 ആണെന്ന് നമുക്കറിയാം. അതിന്റെ കൂടെ 3s2ഉം 3p3 5 ഇലക്ട്രോണും കൂടെ ചേർന്നു. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15. എലമെന്റ് ഏതാണ്? ഫോസ്ഫറസ്. ആർഗൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 18 ആണ്. അതിന്റെ കൂടെ 4s2, 3d1 3 ഇലക്ട്രോൺസും കൂടെ ചേർന്നു. അപ്പം Z എന്ന് പറയുന്നത് 18 + 3 21 ആണ്. എലമെന്റ് എന്ന് പറയുന്നത് സ്കാൻഡിയം. അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ 23rd ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 24th ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വാട്ട് ഇസ് വാല്യൂ ലോസ്റ്റ് വാല്യൂ ഓഫ് n that allows g orbitals to exist? അതാണ് ചോദ്യം. ഇപ്പൊ 24th എന്താണ്? g orbitals എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഓർബിറ്റൽസ് ഏതൊക്കെയുള്ളത്? s, p, d, f, g. ഇങ്ങനെ നമുക്കറിയാം.
നമുക്ക് എസിന്റെ ഇതിന്റെ എല്ലാ എൽ വാല്യൂസ് എഴുതി നോക്കുകയാണെങ്കിൽ എന്താ എസിൻ്റെത് 0 P1 D2 F3 G4 ആണ്. ഓക്കെ, നമുക്കറിയാം എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് എൽ എന്ന് പറയുന്നത് അത് ഈക്വൽ ടു n മൈനസ് 1 ആണ്. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ മൈനസ് 1 ആണ് മാക്സിമം വാല്യൂ ഓഫ് എൽ എന്ന് പറയുന്നത്. അപ്പൊ G4 കിട്ടണമെങ്കിൽ n മൈനസ് 1ന്റെ വാല്യൂ 4 കിട്ടണം. അപ്പൊ n എന്താവണം 5. അപ്പൊ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 5 ആണെങ്കിൽ മാത്രമേ G ഓർബിറ്റൽസ് പോസിബിൾ ആവത്തുള്ളൂ. അപ്പൊ അതാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 25th ക്വസ്റ്റ്യൻ. An electron is in one of the 3D orbitals. Give the possible value of n, l and m for this electron. അപ്പം ഒരു ഇലക്ട്രോൺ 3D ഓർബിറ്റിൽ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. 25th ക്വസ്റ്റ്യൻ ആണ്. 3D ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചേക്കുന്നത് എന്താണ്? n, l and m. n, l and m പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 3D ഓർബിറ്റിലാണെങ്കിൽ നമുക്കറിയാം 3D ആണെങ്കിൽ n-ന്റെ വാല്യൂ എന്തോ n ഈക്വൽ ടു 3 ആണ്. എല്ലിന്റെ വാല്യൂ ഡി ഓർബിറ്റിൽ ആയതുകൊണ്ട് എന്താണ് 2 ആണ്. പക്ഷെ എമ്മിന്റെ വാല്യൂ എന്തൊക്കെ വരാം? എമ്മിന്റെ വാല്യൂ നമുക്ക് എല്ലിന്റെ വാല്യൂവിന്റെ നെഗറ്റീവ് തൊട്ട് പോസിറ്റീവ് വരെ ഉള്ളത് എഴുതാം അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ -2 -1 0 1 2. അപ്പൊ എമ്മിന്റെ വാല്യൂസ് ഇത്രയും പോസിബിൾ ആണ്. ഓക്കെ, അതാണ് 25th ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത 26th ക്വസ്റ്റ്യൻ. An atom of an element contains 29 electrons and 35 neutrons. അപ്പൊ നമുക്ക് ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം തന്നിട്ടുണ്ട് ആറ്റത്തിന്റെ. 26th ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? ഇലക്ട്രോണിന്റെ എണ്ണം 29ഉം ന്യൂട്രോൺസ് 35ഉം. 29 ഇത് 35. Give the possible value. Reduce the number of protons and electronic configuration. ഇപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, ആ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് ചോദ്യം. നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റത്തില് എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് എന്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നുള്ളത്. ഇലക്ട്രോണിന്റെ എണ്ണം 29 ആണെങ്കിൽ പ്രോട്ടോൺസിന്റെ എണ്ണം ഇപ്പം എന്തായിരിക്കും? 29 ആയിരിക്കും. ഇനി ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയുണ്ടോ അത്രയും തന്നെ ആയിരിക്കും എന്ത് ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആയിരിക്കും. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ എഴുതുക. ഇപ്പൊ 29 കിട്ടണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 1s2 2s2 2p6 3s2 3p6 4s2 3d9. ഇതായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? അറ്റോമിക് നമ്പർ 29 എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ ആണ്. അപ്പൊ കോപ്പറിൽ നമ്മൾ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ഹാഫ് ഫീൽഡും ഫുള്ളി ഫീൽഡ് ഓർബിറ്റൽസ് നമ്മൾ എക്സെപ്ഷൻ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ കോൺഫിഗറേഷൻ വരേണ്ടിയിരുന്നു. പക്ഷെ നമുക്കറിയാം ഫുള്ളി ഫീൽഡ് ഓർബിറ്റലിന് ഹാഫ് ഫീൽഡിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇതായിരുന്നു എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ. പക്ഷെ ഒറിജിനൽ കോൺഫിഗറേഷൻ ഇതല്ല. അവിടെ എന്താ പറയുക? 1s2 2s2 2p6 3s2 3p6 4s1 3d10. ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്. ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റിൽ കിട്ടാൻ വേണ്ടി എസ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡി ഓർബിറ്റിലേക്ക് പോകും. ഇങ്ങനെയാണ് കോപ്പറിന്റെ ഒറിജിനൽ കോൺഫിഗറേഷൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം 26th ക്വസ്റ്റ്യൻ. അടുത്ത 27th ക്വസ്റ്റ്യൻ. ഗിവ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സ്പീഷീസ്. അപ്പം എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദ്യം. ഓരോ സ്പീഷീസ് ആയിട്ട് ഇങ്ങോട്ട് എഴുതാം. 27 ഏതൊക്കെ? ഒന്ന് H2 പ്ലസ്, രണ്ടാമത് H2, പിന്നെ O2 പ്ലസ്. ഇതാണ് നമുക്ക് തന്നേക്കുന്ന 3 സ്പീഷീസ്. ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ H2 മോളിക്യൂളിൽ എന്ത് വരണം? H2 മോളിക്യൂളിൽ 2 ഇലക്ട്രോൺ വരണം അല്ലേ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അപ്പൊ തന്നെ നമുക്ക് അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഫസ്റ്റ് മോളിക്യൂൾ H2 ഒരു പ്ലസ് ചാർജ് അവിടെ കാണുന്നുണ്ട്. അതായത് ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട് അല്ലേ? അപ്പൊ അവിടെ എത്ര ഇലക്ട്രോൺ കാണും? ഒറ്റ ഇലക്ട്രോണേ അവിടെ കാണത്തുള്ളൂ. ഓക്കെ, ഇനി O2 പ്ലസ്. നമുക്കറിയാം ഡൗൺ സ്റ്റേറ്റിലുള്ള ഓക്സിജൻ ആറ്റത്തിൽ എന്താണ് അറ്റോമിക് നമ്പർ 8 ആയതുകൊണ്ട് എത്ര ഇലക്ട്രോൺ തന്നെ അവിടെ കാണും?
നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ തന്നെ ആയിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഓക്സിജൻ ആറ്റത്തിൽ ഇലക്ട്രോൺസ് തന്നെ കാണും. ഇപ്പൊ 2 ഓക്സിജൻ ആറ്റത്തിൽ 16 ഇലക്ട്രോൺ വരണം O2 മോളിക്യൂളിൽ. പക്ഷെ ഇവിടെ O2 മോളിക്യൂളാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ല O2 പ്ലസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ 16ൽ നിന്ന് ഒരു ഇലക്ട്രോണിന്റെ കുറവ് വന്നു, അതുകൊണ്ടാണ് ഒരു പ്ലസ് ചാർജ് അവിടെ വന്നത്. ഇപ്പൊ 16ൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ അവിടെ എത്ര ഉണ്ട്? 15 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസറും അവിടെയായി. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. An atomic orbital has n equal to 3. ഒരു ഓർബിറ്റലിന്റെ n വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ തന്നിട്ടുണ്ട്, 3 ആണ്. വാട്ട് ആർ ദി പോസിബിൾ വാല്യൂസ് ഓഫ് L ആൻഡ് M? അപ്പൊ അതിന്റെ പോസിബിൾ വാല്യൂസ് എല്ലിന്റെയും എമ്മിന്റെയും പോസിബിൾ വാല്യൂസ് എന്താണ്? അസിമത്തിലും മാഗ്നറ്റിക് അതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ്, പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് നമുക്ക് ചെയ്യാം. 28 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, സബ് ക്വസ്റ്റ്യൻ. എന്നിന്റെ വാല്യൂ നമുക്ക് 3 തന്നിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് എന്താണ്, ഏതൊക്കെയാണ് എല്ലിന്റെ വാല്യൂ പോസിബിൾ? n-1 വരെയുള്ള പോസിബിൾ ആണ്, എന്ന് വെച്ചാൽ 0, 1, 2 പോസിബിൾ ആണ്. ഇനി ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. L ഈക്വൽ ടു 0 ആകുമ്പോൾ, പിന്നെ L ഈക്വൽ ടു 1 ആകുമ്പോൾ, L ഈക്വൽ ടു 2 ആകുമ്പോൾ, എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ എന്താണ് S-P-D ഓർബിറ്റൽസ് ആകുമ്പോൾ എമ്മിന്റെ വാല്യൂസ് എന്തൊക്കെ പോസിബിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്, നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ എമ്മിന്റെ വാല്യൂ എന്തൊക്കെ വരാം? 1, ഇവിടെ 0 മാത്രമേ വരത്തുള്ളൂ. L1 ആകുമ്പോൾ നമുക്ക് എന്താ, -1, 0, 1 പോസിബിൾ ആണ്. L2 വരുമ്പോൾ -2, -1, 0, 1, 2, ഈ 5 വാല്യൂസ് പോസിബിൾ. ഓക്കെ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ദി ക്വാണ്ടം നമ്പേഴ്സ് M, L ആൻഡ് L ഓഫ് ഇലക്ട്രോൺസ് ഫോർ 3D ഓർബിറ്റൽ. 3D ഓർബിറ്റലിന്റെ എല്ലും എമ്മും വാല്യൂസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഈ എസെൻഷ്യൽ ഈ L വാല്യൂ 2 വരുന്നതാണ് 3D ഓർബിറ്റൽ വരുന്നത്. അപ്പൊ അവിടെ എല്ലിന്റെ വാല്യൂ നമുക്ക് 2 ആണ്, എമ്മിന്റെ വാല്യൂ -2, -1, 0, 1, 2. അത് തന്നെയാണ് അവിടെ പിന്നെ എടുത്ത് ചോദിച്ചേക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽസ് ആർ പോസിബിൾ? ഏതൊക്കെ ഓർബിറ്റലാണ് പോസിബിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ നമുക്ക് ഓർബിറ്റൽ തന്നേക്കുന്നത്? 1p, 2s, 2p, 3f. ഇനി 1p അവിടെ എന്താ, എന്നിന്റെ വാല്യൂ 1 ആണ്, എല്ലിന്റെ വാല്യൂ 1 ആണ്. ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് എൽ എന്ന് വെച്ചാൽ എന്താ, n-1 വരെ വരാൻ പറ്റും. അപ്പൊ n1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 1-1, 0 വരെ വരാൻ പാടുള്ളൂ. അപ്പൊ ഈ സാധനം നമുക്ക് പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ. ഇനി രണ്ടാമത്തെ എന്താണ്? 2s. അപ്പൊ അവിടെ എന്നിന്റെ വാല്യൂ 2, എല്ലിന്റെ വാല്യൂ എന്താ, s ആയതുകൊണ്ട് 0. അപ്പൊ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 0 എന്ന് പറയുന്നത് 2 - 1 അകത്ത് വരുന്നൊരു വാല്യൂ ആണ്. അപ്പൊ അത് പോസിബിൾ ആയിട്ടുള്ളതാണ്. ഇനി n3p എന്ന് പറയുന്നത് n ഈക്വൽ ടു 3, L ഈക്വൽ ടു 1, അതും പോസിബിൾ ആണ്. n-1 അകത്ത് വരുന്ന വാല്യൂസ് ആണ് അതും. 3 - 1, 2. അപ്പൊ 1 എന്തായാലും പോസിബിൾ ആണ്. പിന്നെ 3f, അവിടെ n ഈക്വൽ ടു 3, f എന്ന് പറയുമ്പോൾ L ഈക്വൽ ടു എന്താണ്, 3 ആണ്. n-നും L-നും ഒരേ വാല്യൂ ഒരിക്കലും വരത്തില്ല. അപ്പൊ അതുകൊണ്ട് അതും നോട്ട് പോസിബിൾ ആണ്. ഓക്കെ. അപ്പം 28th ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു. അടുത്ത 29th ക്വസ്റ്റ്യൻ. Using S-P-D notations, describe the orbitals with the following quantum numbers. ഇപ്പം കുറച്ച് ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് ഏത് ഓർബിറ്റിലാണെന്ന് നമ്മൾ പറയണം, അതാണ് ചോദ്യം. അപ്പൊ ഫസ്റ്റ് തന്നേക്കുന്ന ഏതാണ്? ഇപ്പൊ 29th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നേക്കുന്നത് n1 L 0 വരുന്നു, n ഈക്വൽ ടു 1, L ഈക്വൽ ടു 0. രണ്ടാമത്തത് n ഈക്വൽ ടു 3, L ഈക്വൽ ടു 1. മൂന്നാമത്തത് n ഈക്വൽ ടു 4, L ഈക്വൽ ടു 2. നാലാമത്തെ n ഈക്വൽ ടു 4, L ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഏത് ഓർബിറ്റിലാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ അത് n ഈക്വൽ ടു 1. അപ്പം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ 1 വരും. പിന്നെ n ഈക്വൽ ടു 0 വാല്യൂ വരുന്നത് s ഓർബിറ്റിലാണ്. അപ്പൊ ഇത് 1s ഓർബിറ്റിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ n ഈക്വൽ ടു 3, പിന്നെ L ഈക്വൽ ടു 1 വരുന്നത്
പി ഓർബിറ്റലിന്റെ. അപ്പം ഇത് 3. ഒന്നാമത്തത് n ഈക്വൽ ടു 4 എൽ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഡി ഓർബിറ്റൽ 4d ഓർബിറ്റലിന്റെ. n ഈക്വൽ ടു 4 എൽ ഈക്വൽ ടു 3 വരുന്നത് f ഓർബിറ്റൽ. ഇത് 4f ഓർബിറ്റലിന്റെ. ഓക്കെ, അപ്പൊ നമ്മള് 29th ക്വസ്റ്റ്യനും പറഞ്ഞു കഴിഞ്ഞു. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഏതൊക്കെയാണ് പോസിബിൾ അല്ലാത്തതാണ് ചോദ്യം. അപ്പൊ ഇവിടെ തന്നെ സോൾവ് ചെയ്യാം. ആദ്യം n ഈക്വൽ ടു 0 എൽ ഈക്വൽ ടു 0. n ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഓർബിറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മിനിമം എല്ലിന്റെ വാല്യൂ എന്താണ്? 1 എങ്കിലും വരണം. അപ്പൊ അത് അവിടെ തന്നെ ആദ്യമേ പോയി. അപ്പൊ ഇത് ആദ്യമേ നോട്ട് പോസിബിൾ ആണ്. രണ്ടാമത്തത് n ഈക്വൽ ടു 1. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റ് ആണ്. എൽ ഈക്വൽ ടു 0 എസ് ഓർബിറ്റിൽ അത് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. കാരണം n മൈനസ് 1 0 പോസിബിൾ ആണ്. പിന്നെ m എന്താണ്? m 0 വരുന്നത്, അതും പോസിബിൾ ആണ്. എൽ 0 ആണെങ്കിൽ m 0 ആയിരിക്കും. പിന്നെ സ്പിൻ കോണ്ടന്റ് നമ്പർ -12. അത് അതിനകത്ത് ഇലക്ട്രോൺസ്, ആ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ് ആണ്. ഒന്നിന് +12 ഒന്ന് -12 ആയിരിക്കും. അപ്പൊ അതെന്തായാലും പോസിബിൾ ആണ്. അടുത്തത് n ഈക്വൽ ടു 1 എൽ ഈക്വൽ ടു 1. എന്നിനും എല്ലിനും ഒരേ വാല്യൂ ഒരിക്കലും വരത്തില്ല. n 1 ആണെങ്കിൽ അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കണം എല്ലിന് വരേണ്ടത്. വെച്ചാൽ അവിടെ എൽ 0 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നോട്ട് പോസിബിൾ ആണ്. അടുത്ത n ഈക്വൽ ടു 2 എൽ ഈക്വൽ ടു 1 പോസിബിൾ ആണ്. m 0 വരെ അതും പോസിബിൾ ആണ്. m -12 അതും പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. എൽ 1 വന്നാൽ എമ്മിന്റെ വാല്യൂ ഏതൊക്കെ പോസിബിൾ ആണ്? -1 0 1 ഈ 3 വാല്യൂസ് പോസിബിൾ ആണ്. അപ്പൊ 0 ഇവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അടുത്ത n ഈക്വൽ ടു 3 എൽ ഈക്വൽ ടു 3. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നിനും എല്ലിനും ഒരേ വാല്യൂ വരത്തില്ല. അപ്പൊ അത് അവിടെ നോട്ട് പോസിബിൾ ആയി. അടുത്ത എഫ് n ഈക്വൽ ടു 3 എൽ ഈക്വൽ ടു 1. എന്നിന് 3 എൽ ഈക്വൽ ടു 1. ഓക്കെ, അത് പോസിബിൾ ആണ്. എൽ 2 വരെ പോസിബിൾ ആണ് അവിടെ. m 0 വരാം. എൽ 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്തൊക്കെ വരാം? -1 0 1 വരാം. പിന്നെ സ്പിന്ന് +12 അതും പോസിബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 31st ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം മേ ഹാവ് ദി ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്? n ഈക്വൽ ടു 4. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് -12 തന്നിട്ടുണ്ട്. അതാണ് ഫസ്റ്റ്. 31st ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വന്നേക്കുന്നത് എന്താണ്? n 4 m -12. m സ്പിൻ ക്വാണ്ടം നമ്പർ -12. ഇത് പോസിബിൾ ആയിട്ടുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഓർബിറ്റിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഓർബിറ്റിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പോസിബിൾ ആണെന്നുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്താണ്? അതിന്റെ ഫോർമുല പറയുന്നത് 2n² ആണ്. ഇവിടെ n-ന്റെ വാല്യൂ എന്താണ്? 2 × 4² ആണ്. എന്ന് വെച്ചാൽ 2 × 16 അല്ലെങ്കിൽ 2 × 16 എത്രയാണ്? 32 ആണ്. അപ്പൊ 32 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് n ഈക്വൽ ടു 4 ആകുമ്പോൾ ഏതൊക്കെ ഓർബിറ്റിൽ പോസിബിൾ ആണ്? n ഈക്വൽ ടു 4 ആകുമ്പോൾ നമുക്ക് എല്ലിന്റെ വാല്യൂ 0 1 2 3 അല്ലെങ്കിൽ s p d f ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ഇവിടെ ഒരു s ഓർബിറ്റൽ വരയ്ക്കുക, ഒരു p ഓർബിറ്റൽ വരയ്ക്കുക, ഒരു d ഓർബിറ്റൽ വരയ്ക്കുക, ഒരു f ഓർബിറ്റൽ വരയ്ക്കുക. അപ്പൊ ഇവിടെ s ഓർബിറ്റല് p d പോസിബിൾ, p 6 f 14 ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് 32 ഇലക്ട്രോൺ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 2n² വെച്ചത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ച സ്പിന്ന് വെച്ചാല് ഒരു സ്പിന്ന് മാത്രമേ അവിടെ എടുക്കൂ. അപ്പം ഓപ്പോസിറ്റ് സ്പിന്നാന്നറിയാം. അപ്പൊ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലും -12 ഉള്ള ഒറ്റ ഇലക്ട്രോണേ കാണും. അല്ലെങ്കിൽ മൊത്തത്തിൽ എടുത്താൽ മൊത്തത്തിലുള്ള ഒരു സ്പിൻ കാണത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 32ന്റെ പകുതി 16 ഇലക്ട്രോൺസിനെ ഈ ക്വാണ്ടം നമ്പർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതിന്റെ 31st സെക്കൻഡ് ക്വസ്റ്റ്യൻ. n ഈക്വൽ ടു 3 എൽ ഈക്വൽ ടു 0. n ഈക്വൽ ടു 3 എൽ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഈ ഓർബിറ്റ് ആണ് കാണിക്കുന്നത്. n ഈക്വൽ ടു 3 എൽ 0 എന്ന് പറയുന്നത് s ഓർബിറ്റിലാണ്. നമുക്കറിയാം s ഓർബിറ്റിൽ ഒറ്റ ഓർബിറ്റിലേ ഉള്ളൂ. അതിനകത്ത് 2 ഇലക്ട്രോൺസ് പോസിബിൾ ഉള്ളൂ. ഇവിടെ 2 ഇലക്ട്രോണെ കാണും. ഓക്കെ, അപ്പൊ നമ്മൾ 31st ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 32nd ക്വസ്റ്റ്യൻ ആണ്. Integral multiple of de Broglie wavelength associated with electron revolving around the orbit. എന്താണ്? സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ്
ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് നമ്മൾ കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നമ്മൾ സോൾവ് നമ്മൾ എന്താണ് ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. എന്താണ് MVR അത് ഈക്വൽ ടു NH/2π ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തിന്റെ ഇക്വേഷൻ അറിയാം. എന്താ ലാംഡ ഈക്വൽ ടു H/mv ആണ്. അപ്പൊ ഈ ലാംഡ നമ്മൾ ഈ ഇക്വേഷനിൽ കൊണ്ടുവരുത്താം. അതെന്തായാലും ആദ്യം ചെയ്യാം. അപ്പൊ R ഈക്വൽ ടു N/2π ഇൻറ്റു H/mv എന്ന് കാണിക്കാമല്ലോ. നമ്മൾ MV പുറത്തോട്ട് ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പൊ H/mv നമുക്ക് ലാംഡ ആണെന്ന് എഴുതാം. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് റേഡിയസിന്റെ അല്ല സർക്കംഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താ? സർക്കംഫറൻസ് എന്ന് വെച്ചാൽ 2πr ആണ്. സർക്കിളിന് സർക്കംഫറൻസ് ഇക്വേഷൻ 2πr ആണ്. അപ്പൊ ഈ 2π അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ 2πr ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ എന്താ, സർക്കംഫറൻസ് ഓഫ് ഓർബിറ്റ് ഇസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എന്ന് നമ്മൾ കാണിച്ചു. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ട്രാൻസിഷൻ ദി ഹൈഡ്രജൻ സ്പെക്ട്രം വുഡ് ഹാവ് ദി സെയിം wavelength as the Balmer technique 2 of hydrogen. അപ്പൊ ഏത് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് എന്താണ് നമ്മൾ ഹൈഡ്രജനിലുള്ള ഏത് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് എന്താണ് ഒരേ വേഗത്തിലുള്ള റേഡിയേഷൻ കിട്ടുന്നത്? ഏതുപോലെ ഹീലിയത്തിലുള്ള 4 to 2 ഹീലിയം ആറ്റത്തിൽ He+ ആറ്റത്തിൽ 4 to 2 നടക്കുന്നു. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ വരുന്നു. ഈ റേഡിയേഷൻ വേവ് ഇക്വേഷൻ അതിനകത്ത് ഏത് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒരേ വേവ് ലെങ്ത് ആയിരിക്കും വരേണ്ടത്. നമുക്കറിയാം എനർജി ഈക്വൽ ടു ലാംഡയായിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് വേണ്ട റേഡിയേഷൻ കിട്ടി. ഇപ്പം എനർജിയുടെ ഡെൽറ്റയുടെ ഇക്വേഷൻ എന്താ? R ഇൻറ്റു Z സ്ക്വയർ മൈനസ് 1/n സ്ക്വയർ ആണ്. Z സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കുക. 33. ഇതേ എനർജി ഉള്ള ഏത് ട്രാൻസിഷൻ ആണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ഈക്വൽ ടു നമ്മുടെ ഇതാദ്യം എത്രയാണ് കണ്ടുപിടിക്കാതെ, എന്നിട്ട് നമുക്ക് മറ്റേത് ഡിസ്കസ് ചെയ്യാം. ഈ ട്രാൻസിഷൻ എന്താ എത്രയാണ്? അപ്പം ദിസ് ഈക്വൽ ടു എന്താണ് R ഇൻറ്റു Z സ്ക്വയർ എന്താണ് ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ അത് ഇൻറ്റു 4. ഇനി ട്രാൻസിഷൻ നടക്കുന്നത് എവിടെ തൊട്ടാ? 4 നിന്ന് 2ലേക്കാണ്. അപ്പൊ 1/4 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ വരും. എന്ന് വെച്ചാൽ 4RH ഇൻറ്റു 1/16 മൈനസ് 1/4 എന്ന് വെച്ചാൽ 4RH ഇൻറ്റു 1 മൈനസ് 4/16 വരും. ഇത് 4 16 കട്ട് ചെയ്ത് ഇവിടെ 4 വരും. എന്ന് വെച്ചാൽ മൈനസ് 3/4 RH ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് അവിടെ ഉണ്ടായ എനർജി ചേഞ്ച്. ഇതേ എനർജി ചേഞ്ച് ഹൈഡ്രജൻ ആറ്റത്തിൽ എവിടെ നടക്കുന്നത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അത് ഇസ് ഈക്വൽ ടു RH ഇൻറ്റു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. Z സ്ക്വയർ അവിടെ 1 ആണ്. 1/ni സ്ക്വയർ മൈനസ് 1/nf സ്ക്വയർ. ഏത് ട്രാൻസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കണം? 1/ni സ്ക്വയർ മൈനസ് 1/nf സ്ക്വയർ ഈക്വൽ ടു മൈനസ് 3/4 കിട്ടണം. ഓക്കെ, അപ്പൊ ഇതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ni 1ഉം nf 2 ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്താൽ എന്ത് വരും? 1/ni സ്ക്വയർ. ഇപ്പൊ 1 മൈനസ് 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 4 വരും. അത് എത്രയാ? 3/4 ആണ്. അപ്പൊ ഈ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കുള്ള ട്രാൻസിഷൻ വരുമ്പോഴേ ഇതേ വേവ് ലെങ്ത് ഉള്ളത് നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് അതിനർത്ഥം വരുന്നത്. ഓക്കെ, ni 1ഉം nf 2 ആണ് കിട്ടുന്നത്. അടുത്ത 34th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് എനർജി റിക്വയർഡ് ഫോർ ദി പ്രോസസ് ഇതാണ്. ഓക്കെ, അപ്പൊ ഹീലിയം He+, അപ്പം ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ നമ്മൾ അയനൈസ് ചെയ്യിക്കണം. അപ്പൊ അയനൈസേഷൻ എന്താൽപ്പിയാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോണിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ട എനർജി ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്.
എന്നിട്ട് എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉള്ള അയനൈസേഷൻ എനർജിയും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താ RH ഇൻറ്റു Z സ്ക്വയർ ബൈ ഇ ആണ്, ഡെൽറ്റ ഇ അല്ല. ഇതാണ് വാല്യൂ മൈനസ് RH ഇൻറ്റു Z സ്ക്വയർ ബൈ N സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് വേണ്ട എനർജി എന്താണ്? ഇ ഈക്വൽ ടു മൈനസ് RH ബൈ N സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ ഇവിടെ എന്താ ഹീലിയം 2 ആണ്, ഇവിടെ 2 സ്ക്വയർ വരും. മൈനസ് RH ബൈ N സ്ക്വയർ ഇൻറ്റു 4 വരും. നമുക്ക് ഹൈഡ്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അയനൈസേഷനിലേക്ക് വേണ്ടുള്ള എനർജി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ? അവിടെ ഡെൽറ്റ എന്ന് വെച്ചാൽ RH ഇൻറ്റു 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ ഇൻഫിനിറ്റി സ്ക്വയർ, അത് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? RH എന്ന് വരും. അത് ഈക്വൽ ടു 2.18 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 18 തന്നിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ ഹീലിയം ആറ്റത്തിന്റെ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഹീലിയം ആറ്റത്തിന്റെ ഡെൽറ്റ ഇപ്പൊ ഇവിടെ എന്താ വേണ്ടത്? നമുക്ക് മൈനസ് RH RH ഇൻറ്റു 1 ബൈ ഇനീഷ്യൽ Ni സ്ക്വയർ മൈനസ് 1 ബൈ ഇൻഫിനിറ്റി സ്ക്വയർ ആണ് വേണ്ടത്. ഇതിന്റെ Z സ്ക്വയർ ഉണ്ട് ഹീലിയം ആയതുകൊണ്ട്. 4RH ബൈ 4RH അതാണ് വേണ്ടത്. Ni ഇവിടെ ഒക്കെ 1 ആണ്, 1 ബൈ ഇൻഫിനിറ്റി 0. അപ്പൊ 4RH ആണ് നമുക്ക് വേണ്ട ആൻസർ എന്ന് പറയുന്നത്. RH വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണ്ടത് 4 ഇൻറ്റു 2.18 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 18 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 8.72 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 18 ജൂൾ. ഇത്ര എനർജി ഉണ്ടെങ്കിലേ നമുക്ക് ഹീലിയം പ്ലസിനെ അയനൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 34th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 35th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. If the diameter of a carbon atom is 0.15 നാനോമീറ്റർ, നമുക്ക് കാർബൺ ആറ്റത്തിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.15 നാനോമീറ്റർ തന്നിട്ടുണ്ട്. Calculate the number of carbon atoms which can be placed side by side in a straight line across length of a scale of length 20 centimeter long. ഇപ്പൊ 20 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്കെയിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എത്ര കാർബൺ ആറ്റം നമ്മൾ നേരെ അടുക്കി വെച്ചാലാണ് ഈ 20 സെന്റിമീറ്റർ എന്ന ലെങ്ത് എത്തുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് എ സ്കെയിൽ നമുക്ക് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 20 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 മീറ്റർ ആണ്. ഇപ്പൊ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് റിക്വയർഡ് എന്തായിരിക്കും? ഈ 20 സെന്റിമീറ്ററിനെ നമ്മൾ ഒരു കാർബൺ ആറ്റത്തിന്റെ ഡയമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ 10 റൈസ് ടു മൈനസ് 9 എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും എന്താ? 1.33 ഇൻറ്റു 10 റൈസ് ടു 9 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും കാർബൺ ആറ്റംസ് നമ്മൾ നേരെ വെച്ചാലേ 20 സെന്റിമീറ്റർ ലെങ്ത് ആവത്തുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ 35th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 36th ക്വസ്റ്റ്യൻ. 2 into 10 raised to 8 atoms of carbon are arranged side by side. അപ്പൊ നമുക്ക് 2 into 10 raised to 10 raised to 8 കാർബൺ ആറ്റംസ് നമ്മൾ നേരെ അടുക്കി വെച്ചിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ദി റേഡിയസ് ഓഫ് കാർബൺ ആറ്റം ഇഫ് ദി ലെങ്ത് ഓഫ് ദിസ് അറേഞ്ച്മെന്റ് ഈസ് 2.4 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇത്ര ആറ്റംസ് നമ്മൾ അടുക്കി വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ ലെങ്ത് എന്താണ്? 2.4 സെന്റിമീറ്റർ ആണ്. ലെങ്ത് എത്ര കിട്ടി? ടോട്ടല് 2.4 സെന്റിമീറ്റർ ആണ്. എത്ര കാർബൺ ആറ്റം നമ്മൾ അടുക്കി വെച്ചു? 2 into 10 raised to 8 ആറ്റംസ് നമ്മൾ അടുക്കി വെച്ചു. ഈ ലെങ്ത്തിനെ നമ്മൾ മീറ്റർ ആക്കുക. എന്റെ മീറ്ററിൽ സോൾവ് ചെയ്താൽ ആൻസർ തെറ്റത്തില്ല. അപ്പം 2.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 മീറ്റർ ആയി. ഡയമീറ്റർ ഓഫ് കാർബൺ ആറ്റത്തിന് നമ്മൾ 2R എന്ന് എടുക്കുന്നു. എങ്കിൽ 2 ടൈംസ് റേഡിയസ് നടക്കും. കാരണം നമ്മൾ ക്വസ്റ്റ്യനിൽ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ആറ്റം അതിന് നമ്മൾ N ആയിട്ട് എടുക്കുന്നു. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻറ്റു അതിന്റെ ഡയമീറ്റർ എടുത്താൽ അതാണ് നമുക്ക് വേണ്ട ടോട്ടൽ ലെങ്ത്. ഇത്ര 2.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 കിട്ടേണ്ടത്. നമ്പർ നമുക്കറിയാം 2 ഇൻറ്റു 10 റൈസ് ടു 8, അത് ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് ഓഫ് 1 കാർബൺ ആറ്റം, അതാണ് എന്ത് 2.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 വരുന്നത്. അപ്പൊ R ഈക്വൽ ടു എന്ത് വരും? R ഈക്വൽ ടു 2.4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10 റൈസ് ടു 8 എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 11 എന്ന് വരും.
അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന് 0.6 ആംസ്ട്രോങ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 36th ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. അടുത്ത 37th ക്വസ്റ്റ്യൻ. ദ ഡയമീറ്റർ ഓഫ് സിങ്ക് ആറ്റം ഈസ് 2.6 ആംസ്ട്രോങ്. അപ്പൊ നമുക്ക് ഒരു സിങ്ക് ആറ്റത്തിന്റെ ഡയമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് സിങ്ക് ആറ്റം ഇൻ പൈക്കോമീറ്റർ. അപ്പൊ അതാദ്യം ചെയ്യാം. 37th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഡയമീറ്റർ? 2.6 ആംസ്ട്രോങ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് 2.6/2 ആംസ്ട്രോങ് ആയിരിക്കും. എന്ന് വെച്ചാൽ 1.3 ആംസ്ട്രോങ് ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഈ റേഡിയസ് നമുക്ക് പൈക്കോമീറ്ററിൽ വേണമെന്നാണ് ക്വസ്റ്റ്യൻ തന്നത്. ഇതിനെ പൈക്കോമീറ്റർ ആക്കണമെങ്കിൽ എന്താ? ജസ്റ്റ് ഡെസിമലിന്റെ കളിയാണ്. 1.3 നമുക്ക് 2 ഡെസിമൽ അങ്ങോട്ട് നീക്കണം. 130 പൈക്കോമീറ്റർ എന്ന് വരും. കാരണം പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് 10⁻⁻12 ആണ്. ആംസ്ട്രോങ് എന്ന് വെച്ചാൽ 10⁻⁻10 ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അവിടുത്തെ? The number of atoms present in length of 1.6 centimeter if the zinc atoms are arranged length by side by side lengthwise. അപ്പൊ നമുക്ക് 1. എത്ര സിങ്ക് ആറ്റം അടുക്കി വെച്ചാലാണ് 1.6 സെന്റിമീറ്റർ ലെങ്ത് കിട്ടുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 1.6 സെന്റിമീറ്റർ. ഡയമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 2.6 ആംസ്ട്രോങ് ആണ് തന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് മീറ്ററിലോട്ട് മാറ്റിയാൽ ഇത് 1.6 × 10⁻² മീറ്റർ ആവും. ഡയമീറ്റർ എന്ന് പറയുന്നത് 2.6 × 10⁻10 മീറ്റർ ആണ്. ഇപ്പൊ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത്തിനെ ഡയമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യാം. 1.6 × 10⁻² ഡിവൈഡ് ബൈ 2.6 × 10⁻10 എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ 6.153 × 10⁻7 എന്ന് കിട്ടും. ഇത്രയും സിങ്ക് ആറ്റംസ് നിരത്തി വെച്ചാൽ നമുക്ക് 1.6 സെന്റിമീറ്റർ കിട്ടത്തുള്ളൂ. ഓക്കെ, 37th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 38th ക്വസ്റ്റ്യനിലേക്ക് പോകാം. സർട്ടൺ പാർട്ടിക്കിൾ ക്യാരീസ് എ ചാർജ് ഓഫ് ഒരു പാർട്ടിക്കിളിന് ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എത്ര തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് പ്രസന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 38th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. Q = 2.5 × 10⁻⁻16 കൂളോം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്ര എന്നറിയാം. എത്ര? 1.6 × 10⁻⁻19 കൂളോം എന്നറിയാം. അപ്പൊ അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കും. N = Q/E ചെയ്താൽ മതി. 2.5 × 10⁻⁻16 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ചെയ്താൽ നമുക്ക് കിട്ടുക 1560 എന്ന് കിട്ടും. ഇത്രയും ഇലക്ട്രോൺസ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ 38th ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 39th ക്വസ്റ്റ്യൻ. ഇതാണ് 39th ക്വസ്റ്റ്യൻ. In Millikan experiment, static electric charge on the oil drops has been obtained by shining X-rays. നമുക്കറിയാം എക്സ്റേ കൊടുത്താണ് നമ്മൾ ഓയിൽ ഡ്രോപ്പിനവിടെ ഇലക്ട്രിക് ചാർജ് എടുത്തത്. അത് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഓയിൽ ഡ്രോപ്പിൽ ചാർജ് അവർ തരുന്നുണ്ട്. എത്ര? -2.8282 × 10⁻18 കൂളോം. തന്നേക്കുന്ന ചാർജ് എത്ര? -1.282 × 10⁻18 കൂളോം തന്നിട്ടുണ്ട്. പിന്നെ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് അറിയാം. എന്താ? -1.6022 × 10⁻−19. 6022 എടുക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ 1.6 വെച്ച് ചെയ്യാം. എക്സാക്ട് വാല്യൂ എടുത്തേ ഉള്ളൂ. എത്ര ഇലക്ട്രോൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? Q/E ചെയ്യാം. 1.282 × 10⁻−18 divided by 1.6022 × 10⁻−19. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും. 8 ഇലക്ട്രോൺ ആണ് ആ ഒരു ഓയിൽ ഡ്രോപ്പിൽ ഉണ്ടാകും. ഓക്കെ, അടുത്ത 40th ക്വസ്റ്റ്യൻ. In Rutherford experiment, generally the thin foil of heavy atoms like gold, platinum, etc. have been used to be bombarded by the alpha particle. നമുക്കറിയാം അതിനകത്ത് ഹെവി മെറ്റൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചത് ആൽഫ പാർട്ടിക്കിൾസ് വെച്ച് ബോംബാർഡ് ചെയ്യാൻ. ഇനി അതവർ പറയുന്നത് എന്താണ്? ഇത് തിൻ ഫോയിൽ ഓഫ് ലൈറ്റ് ആറ്റംസ് ലൈക്ക് അലൂമിനിയം. അപ്പം ഈ ഹെവി മെറ്റൽസിന് പകരം നമ്മൾ അലൂമിനിയം പോലെയുള്ള ആറ്റത്തിന്റെ ഫോയിലാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എക്സ്പെരിമെന്റിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരുന്നതാണ് ചോദ്യം. ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ ന്യൂക്ലിയസ് അത്രയും വലുതാണ്, വലിയ സൈസ് ഉള്ളതാണ്. മാത്രമല്ല ഹെവി മെറ്റൽസ് ആകുമ്പോൾ അതിന്റെ എന്താ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, എഫക്റ്റീവ് നമ്പർ ഓഫ് പ്രോട്ടോൺസും കൂടുവാണ്.
അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, എഫക്റ്റീവ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുകയാണ്. അപ്പൊ നമുക്കറിയാം സൈസും ചാർജും കൂടുന്നുണ്ട് ഹെവി മെറ്റൽസ് ഉപയോഗിക്കുമ്പോൾ. അപ്പം ഹെവി മെറ്റൽസ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫ്ലക്ഷൻസിന്റെ അത്രയും ഡിഫ്ലക്ഷൻസ് നമുക്ക് എന്താണ് ഒരു ലൈറ്റ് മെറ്റൽ ആയിട്ടുള്ള അലൂമിനിയം പോലുള്ള മെറ്റൽ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും. കാരണം അവിടുത്തെ ന്യൂക്ലിയസ് അത്രയും ചെറുതുമായിരിക്കും, നമ്പർ ഓഫ് പ്രോട്ടോൺസും കുറവാണ്. അതുകൊണ്ട് ഡിഫ്ലക്ഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അത്രയും നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലൈറ്റർ മെറ്റൽസ് ഉപയോഗിച്ചാൽ ഉപയോഗിക്കാനത് മാത്രമേ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത 2.41 41st ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾസ് 79 ബ്രോമിന്റെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്. ക്യാൻ ബി റിട്ടൺ വേറെ സിമ്പിൾസ് ഒക്കെ. ആദ്യം തന്നേക്കുന്ന സിമ്പിൾസ് ഏതാ? ബ്രോമിൻ 35 79, പിന്നെ ബ്രോമിൻ 79. രണ്ടാമതൊരു സെറ്റ് വന്നിട്ടുണ്ട് ബ്രോമിൻ 79 35, പിന്നെ ബ്രോമിൻ 35. ഇനി അവർ പറയുന്നത് എന്താണ്? ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇത് പോസിബിൾ ആണ്, ബ്രോമിൻ ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ ഈ രണ്ടാമത്തത് പോസിബിൾ അല്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാരണം നമുക്കൊരു ആറ്റത്തിന്റെ സിമ്പിൾ നമ്മൾ എഴുതുമ്പോൾ ആറ്റത്തെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് മാസ് നമ്പരും ഇസഡ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പറും ആണെങ്കിൽ നമ്മൾ സിമ്പിൾ എഴുതുമ്പോൾ ഇസഡ് താഴെയും അറ്റോമിക് നമ്പർ താഴെയും മാസ് നമ്പർ മേളിലുമാണ് എഴുതുന്നത്. നമ്മൾ ഫസ്റ്റ് സെറ്റ് നോക്കുകയാണെങ്കിൽ ബ്രോമിൻ അറ്റോമിക് നമ്പർ 35 എന്ന് അറിയാം. അത് നമ്മൾ താഴെ തന്നെ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. മാസ് നമ്പർ മേളിൽ എഴുതിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബ്രോമിൻ നോക്കിയാൽ മേളിൽ 79 കറക്റ്റ് ആയിട്ട്, മാസ് നമ്പർ മേളിൽ പൊസിഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ മാസ് നമ്പർ താഴെയും അറ്റോമിക് നമ്പർ മേലെയും, ഇവിടെയാണെങ്കിൽ അറ്റോമിക് നമ്പർ മേലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ റെപ്രസെന്റേഷൻ തന്നെ തെറ്റാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അലോഡ് അല്ലാത്തത്. ഓക്കെ, അടുത്ത 42nd ക്വസ്റ്റ്യൻ. An element with mass number 81 contains 31.7 more neutrons as compared to protons. അപ്പൊ മാസ് നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, മാസ് നമ്പർ എത്രയാ? A equal to 81 ആണ് തന്നിട്ടുണ്ട്. എന്ന് പറയുന്നു അതിനകത്ത് പ്രോട്ടോൺ ഉള്ളതിനേക്കാളും കൂടുതൽ 31.7% കൂടുതൽ ന്യൂട്രോൺസ് ആണ് ഉള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ, അറ്റോമിക് സിമ്പിൾ എഴുതാനാണ് ചോദിച്ചത്. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണെന്ന് നിർണ്ണയിക്കുന്നത്? എക്സ് പ്ലസ് 0.317 എക്സ്, ഇതായിരിക്കും നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ആക്ച്വലി പ്രോട്ടോൺസ് ഉള്ളതിനേക്കാളും 31.7% കൂടുതൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ് നമുക്കറിയാം. ഓക്കെ, അത് നമുക്കിവിടെ വേണ്ടത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടുള്ളൂ. സിമ്പിളിൽ അറ്റോമിക് നമ്പർ മാസ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എ എന്ന് പറയുന്നത് 81 ആണെന്നറിയാം, പ്രോട്ടോൺ എന്ന് പറയുന്നത് എക്സ് ആണെന്നറിയാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്കിവിടെ 1 + 0.317 ഇൻറ്റു എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 1.317 എക്സ് നമുക്ക് എഴുതാം. എക്സ് പ്ലസ് 1.317 എക്സ് എന്ന് വരും. അല്ലെങ്കിൽ 81 ഈക്വൽ ടു 2.317 എക്സ് എന്ന് വരും. എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് ഈക്വൽ ടു 81/2.317 വരും. 81/317 നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ഏകദേശം 35 കിട്ടും. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അവിടെ നമുക്ക് 35 കിട്ടി. നമ്മൾ അറ്റോമിക് നമ്പർ, എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ, സിമ്പിൾ എക്സ് ആയിട്ട് എടുത്താൽ, അല്ല അറ്റോമിക് നമ്പർ 35 എന്ന് പറയുന്നത് ഏത് എലമെന്റ് ആണ്? നമ്മുടെ ബ്രോമിനാണ്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ്. ബ്രോമിന്റെ സിമ്പിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ബ്രോമിൻ അറ്റോമിക് നമ്പർ 35, മാസ് നമ്പർ 81 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നും, ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവിടെ എന്താണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. 81 - 35 ചെയ്താൽ മതി. എന്താ? 46 കിട്ടും. ഓക്കെ, തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്താണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. താങ്ക് യു.